നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, എന്താടി? ചായക്കാണെങ്കിൽ ഇവിടെ വന്നെടുത്ത് കുടിക്കേ. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ നേരമില്ല. എനിക്ക് ചായ ഒന്നും വേണ്ട. അമ്മ ഇങ്ങോട്ടൊന്ന് വരുവോ? വേഗം വാ. എന്താടി? അമ്മ ഇതൊന്ന് നോക്കിയേ. ഇത് എന്റെ മോനാണല്ലോ. എത്ര സുന്ദരനാ എന്റെ മോൻ. സിനിമാ നടനെ പോലെയുണ്ട് അല്ലേ മോളെ? സിനിമാ നടനെ പോലെയുള്ള സ്വന്തം മോനെ മാത്രമേ അമ്മ ഈ വീഡിയോ കാണുന്നുള്ളൂ. വേറെ ആരെയും ഇതിൽ കാണുന്നില്ലേ? എല്ലാരും ഉണ്ടല്ലോ. എന്നിട്ടും അമ്മയ്ക്ക് കത്തിയില്ല. എന്റെ അമ്മേ, അമ്മയുടെ പൊന്നുമോൻ വെറും ഉടായിപ്പാന്ന് ഞാൻ പറയാറില്ലേ? അത് 100% സത്യാന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് ഇത്. നീ ഒന്ന് തെളിച്ചു പറ. ചേട്ടൻ 3-4 ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ. എവിടെ പോവാന്ന് അമ്മയോട് പറഞ്ഞത്? അവന്റെ കൂടെ ജോലി ചെയ്യുന്ന പയ്യന്റെ നാട്ടിലേക്ക്. ആ പയ്യന് പെണ്ണ് കാണാൻ. ഏത് പയ്യന്? അതെനിക്കറിയില്ല. അമ്മയ്ക്ക് പരിചയമില്ലാത്ത പയ്യനെ അമ്മ ഈ വീഡിയോ കാണുന്നുണ്ടോ? എന്നിട്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് വെച്ച് എടുത്ത വീഡിയോ ആണിത്. ഗ്രാമത്തിൽ നിന്ന് വന്ന ആരാ ചേട്ടന്റെ കൂടെ ജോലി ചെയ്യുന്നത്? അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. പാർവതി. പാർവതി. അവളുടെ നാട്ടിൽ വെച്ച് എടുത്തതാ ഇത്. എന്ന് വെച്ചാ കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോവാന്ന് അവൻ അമ്മയോട് പറഞ്ഞത് കള്ളവാ. അവൻ പോയതേ പാർവതിയുടെ നാട്ടിലേക്കാ. അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാനൊരു 1000 അല്ല 1,00,000 തവണ അമ്മയോട് പറഞ്ഞതാ. അമ്മ കേട്ടില്ലല്ലോ. അവനെ ഉടായ്പെന്ന് വിളിച്ചാ പോരാ, ഉടായ്പിന്റെ രാജാവെന്ന് വിളിക്കണം. പ്രിയ. ഉടായ്പേ. എടാ പ്രിയ. അവന് നല്ലോണം കിട്ടും. എന്നോട് പോലും പറയാതെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കുമല്ലേ. കിട്ടണോ അവന്? അമ്മേ, ലഞ്ച് ബോക്സ് എടുത്തു വെച്ചോ. നിന്നോട് ഇന്നലെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. കൂട്ടുകാരന് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ അവനെ ഇഷ്ടപ്പെട്ടോ? അതൊക്കെ വന്നിട്ട് പറയാമേ. ജോലിക്ക് പോകാൻ സമയമായി. അമ്മ കഴിക്കാൻ എടുത്തു വെക്കേ. എടി, ലഞ്ച് ബോക്സ് എടുത്തു വെക്കേ. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. പെണ്ണിനെ അവന് ഒരുപാട് ഇഷ്ടമായി. ഒരുപാടെന്ന് പറഞ്ഞാ ഒരുപാട്. പെണ്ണിന്റെ വീടും ചുറ്റുപാടും ഒക്കെ എങ്ങനെ? വലിയ പണക്കാരാണോ? പണക്കാരൊന്നും അല്ല. കുടുംബത്തില് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടുകാരൻ നല്ലവരാ, നല്ല സ്നേഹമുള്ളവരാ. എന്താ പെണ്ണിന്റെ പേര്? പേര് പേര് എന്താ പേര് പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. അല്ല, അവളുടെ നാടോ? അതും മറന്നുപോയോ? അത് പാർവതി എന്നല്ലേ? കറക്റ്റ് അമ്മേ. അത് അമ്മ എന്തേ കാണിച്ചത്? കള്ളം പറഞ്ഞ വഴക്ക് പറഞ്ഞ പോരെ. അമ്മ എന്തിനാ തല്ലിയത്? നീ മിണ്ടാതിരിക്കടേ. എന്തറിഞ്ഞിട്ടാ നീ ചേട്ടന്റെ വക്കാലത്ത് പിടിക്കുന്നേ? അമ്മയോട് ഈ കള്ളക്കഥ പറയുമ്പോ ഒട്ടും മനസാക്ഷിക്കുത്ത് തോന്നിയില്ല നിനക്ക്? ഒരാൺകുട്ടിയല്ലേ, അതിന്റേതായ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ ഉണ്ടാവുന്നേ ഞാൻ കരുതിയുള്ളൂ. അമ്മയെ പോലും മണ്ടിയാക്കാനുള്ള കാഞ്ഞ ബുദ്ധി നിന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. പാർവതിയുടെ കൂടെ ഉല്ലാസയാത്രയ്ക്ക് പോയിരിക്കുന്നു. അമ്മയോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെയാ ധൈര്യം വന്നത്? പറഞ്ഞ അമ്മ സമ്മതിക്കില്ല എന്നറിയാവുന്നോണ്ട്. അത് നിനക്ക് അറിയാല്ലേ? നീ അവളുടെ നാട്ടിൽ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും എന്നോട് കള്ളം പറഞ്ഞ് നീ എന്തിനാ അവളുടെ നാട്ടിൽ പോയത്? അതമ്മേ, അവളുടെ നാട്ടിൽ ഉത്സവം, കൈലാഷ് സാറും എല്ലാരും പോകുമ്പോ എനിക്ക് മാത്രം അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാൻ അവളുടെ നാട്ടിൽ പോയിന്ന് വെച്ച് എന്ത് കുഴപ്പം വരാനാ? അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നീ എന്നെ ചോദ്യം ചെയ്യൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. അമ്മയോട് കള്ളം പറയാൻ നിനക്കിപ്പോ ഒരു മടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഇനി ഇത് ആവർത്തിക്കുമെന്ന് എനിക്കറിയാം. തുളസി ഈ വീട്ടിൽ മരുമകളായി വന്നാലേ ഇതിനൊരു അവസാനം ഉണ്ടാവും. നിന്റെയും തുളസിയുടെയും കല്യാണം എത്രയും വേഗം നടത്തണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്?
നീ എന്നോട് മിണ്ടണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മേ അമ്മേ സോറി ഏട്ടാ, ഞാനൊരു തമാശക്ക് ചെയ്തതാ. അത് ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല.